ബാബറി മസ്ജിദിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിലാണ് രാമക്ഷേത്രം പടുത്തുയർത്തിയത്. BJP നേതൃത്വത്തിൽ 1992 ഡിസംബർ 6-ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദ് കർസേവകർ തകർത്തപ്പോൾ മതേതര മനസ്സുകൾ വിറപൂണ്ടു. 1949 ഡിസംബർ 22-ന് ബാബറി മസ്ജിദിനുള്ളിൽ അതിക്രമിച്ചു കയറി വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതോടെ തന്നെ തച്ചുടയ്ക്കൽ പ്രക്രിയയുടെ തുടക്കം കുറിച്ചിരുന്നു. 1992-ലെ ദുരന്തം ഇന്ത്യയുടെ മതേതരത്വത്തിനും ബഹുസ്വരതയ്ക്കും പരിഹരിക്കാനാവാത്ത പ്രഹരമായിരുന്നു. ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള 2019-ലെ സുപ്രീം കോടതി വിധിയുടെ ആഘാതവും തീവ്രമായിരുന്നു. ഇന്നിതാ മസ്ജിദ് തകർത്ത വിഗ്രഹ ഭഞ്ജകർ തന്നെ രാമക്ഷേത്ര ട്രസ്റ്റിന്റെ സംഭാവനകൾ വകമാറ്റിയെന്നുള്ള മറ്റൊരു കളങ്കം ക്ഷേത്രത്തിന്മേൽ ചാർത്തിയിരിക്കുന്നു. 1949-ലും 1992-ലും ഉണ്ടായ 2 സംഭവങ്ങൾക്ക് ശേഷവും തങ്ങളുടെ ചെയ്തികളെ മറയ്ക്കാനും പുതിയ ആഖ്യാനങ്ങൾ ചമയ്ക്കാനും സംഘപരിവാർ ഹിന്ദുത്വ ശക്തികൾ എങ്ങനെയാണോ അസത്യങ്ങൾ പ്രചരിപ്പിച്ചത്, സമാനമായ നീക്കങ്ങളാണ് ഇന്നും നടമാടുന്നത്. ക്ഷേത്രത്തിൽ കൊള്ള നടത്തുകയും സാധാരണ ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയും ചെയ്ത ശേഷം ഒരു അന്വേഷണ പ്രഹസനത്തിലൂടെ തങ്ങളുടെ കുറ്റകൃത്യം വെളുപ്പിച്ചെടുക്കുന്നു. ഭക്തർ രാമക്ഷേത്രത്തിലേക്ക് സംഭാവനയായി നൽകിയ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുകയും വകമാറ്റി ചിലവഴിക്കുകയും ചെയ്തുവെന്ന ആരോപണം ഉയർന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. ജനരോഷം ഉയർന്നതിനെ തുടർന്ന് ഗത്യന്തരമില്ലാതെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് FIR എടുക്കാതെ അന്വേഷണം നടത്താനാണ് സർക്കാർ മുതിർന്നത്. ഈ സംഘം അടച്ചിട്ട മുറികളിൽ യോഗങ്ങൾ ചേർന്ന് രഹസ്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കി. തങ്ങളുടെ കുറ്റങ്ങൾ മറയ്ക്കാൻ കുറ്റവാളികൾക്ക് ഈ 3 ആഴ്ചക്കാലം ഫലപ്രദമായി. ഒടുവിൽ ജൂൺ 26-ന് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ അന്വേഷണം എത്രത്തോളം പ്രഹസനമാണെന്ന് വ്യക്തമായി. FIR-ൽ പേരുള്ള 8 പേരും ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്ന സംഭാവനകൾ എണ്ണുന്ന ട്രസ്റ്റിലെ താഴെത്തട്ടിലുള്ള ജീവനക്കാരാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥാക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ മാനേജ്മെന്റും മുഴുവൻ സംഭാവനകളുടെ ചുമതലയും വഹിക്കുന്ന RSS നേതാവ് ചമ്പത് റായിയെയോ മറ്റൊരു ട്രസ്റ്റിയും പ്രമുഖ RSS നേതാവുമായ അനിൽ മിശ്രയെയോ FIR പരാമർശിച്ചിട്ട് പോലുമില്ല. വിവാദത്തിന്റെ തുടക്കം മുതൽ തന്നെ കോടികളുടെ സംഭാവന മുക്കിയതുമായി ബന്ധപ്പെട്ട പരാതിയുടെ കേന്ദ്ര ബിന്ദുക്കൾ ഇവരായിരുന്നു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അവർ ക്ഷേത്ര ട്രസ്റ്റിലെ തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചെങ്കിലും ഇനിയും അറസ്റ്റിലായിട്ടില്ല. ആരോപണങ്ങൾ ട്രസ്റ്റിനെയും ഉന്നത തലങ്ങളുമായുള്ള അതിന്റെ ബന്ധങ്ങളെയും സംശയത്തിന്റെ നിഴലിൽ നിർത്തുമ്പോഴും പ്രതിപട്ടികയിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുന്ന രീതിയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരവും വൻതോതിലുള്ള പണം കൊള്ളയടിക്കലുമായി ബന്ധപ്പെട്ടതുമാണ്. കവർന്ന തുകയുടെ പെരുക്കം 1400 കോടി രൂപ വരെ ആകാമെന്ന് സംശയിക്കുന്നു. കൂടാതെ CCTV ദൃശ്യങ്ങൾ മായ്ച്ചു കളയൽ, ട്രസ്റ്റ് അംഗങ്ങളുമായി അടുത്ത ബന്ധമുള്ള ജീവനക്കാരെ പണമെണ്ണാൻ നിയോഗിക്കൽ തുടങ്ങി വിവിധ തലങ്ങളിൽ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. ഭക്തർ സമർപ്പിച്ച സ്വർണത്തിലും വെള്ളിയിലുമുള്ള 1250 ഇഷ്ടികകളും കാണാനില്ല. എല്ലാറ്റിനും ആരംഭം 1949 ഡിസംബർ 22, 23 രാത്രിയിൽ ബാബറി മസ്ജിദിന്റെ മധ്യ താഴികക്കുടത്തിന് താഴെ രഹസ്യമായി വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതോടെയാണ്. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ചതികളിലൊന്നായിരുന്നു അത്. അക്കാലത്തും സ്വർണ്ണാഭരണവും പണവും ഉൾപ്പെടെ വലിയ തോതിലുള്ള വഴിപാടുകൾ ഒഴുകിയെത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ വൻതോതിലുള്ള മോഷണ പരമ്പരകളും ആരംഭിച്ചു. ബാബറി മസ്ജിദ് കൈയടക്കാനുള്ള കുതന്ത്രങ്ങളുടെ കടിഞ്ഞാൺ അന്ന് ഹിന്ദു മഹാസഭയുടെ കൈകളിലായിരുന്നു. കൊള്ളയിലും മോഷണത്തിലും അപവിത്രീകരണത്തിലും പങ്കാളികളായവർ ഹിന്ദുത്വവാദികൾ തന്നെയായിരുന്നു. 1949-50 കാലഘട്ടത്തിൽ രാമക്ഷേത്രത്തിന്റെ പേരിൽ പണം ശേഖരിക്കുന്നതിൽ ഹിന്ദു മഹാസഭ ആഴത്തിൽ മുഴുകിയിരുന്നു. അവരുടെ അയോധ്യാതന്ത്രങ്ങൾ അക്കാലത്ത് പരാജയപ്പെടുന്നതിന് ഇത്തരം പണാർത്തി കാരണമായി. പണം മോഷ്ടിക്കാൻ ശ്രീരാമന്റെ പേര് ഇത്രയും പച്ചയ്ക്ക് ഉപയോഗിക്കുമെന്ന് ഊഹിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ധാർമ്മികതയുടെയും സുതാര്യതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും കാര്യത്തിൽ സംഘപരിവാറിന് അത്ര ഉജ്ജ്വലമായൊരു ഭൂതകാലമല്ല ഉള്ളതെന്നതും ചരിത്രമാണ്. RSS നിരന്തരം സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അതിന്റെ യാതൊരു ലക്ഷണവും അവരിലില്ല. സംഘപരിവാറിന്റെ സംഘടനകളായ BJP, BSP, ബജ്രംഗ് ദൾ എന്നിവയൊന്നും തന്നെ സത്യസന്ധതയുടെയോ ധാർമ്മികതയുടെയോ ഉദാത്തമായ മാതൃകകൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. UP മുഖ്യമന്ത്രി ആദിത്യനാഥ് ആകട്ടെ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘടിത ഗൂഢാലോചനയാണെന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ശ്രീരാമന്റെ ജന്മസ്ഥലം തിരിച്ചുപിടിക്കാൻ 500 വർഷം കാത്തിരുന്നു. 5 നൂറ്റാണ്ടുകളായി ഈ പോരാട്ടം നടത്തിയത് മര്യാദകളുടെ അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്.
മറ്റൊരു 15 ദിവസം കൂടി കാത്തിരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ. അയോധ്യയെ അപകീർത്തിപ്പെടുത്തുവാനോ രാമജന്മഭൂമി ക്ഷേത്രത്തെ അപമാനിക്കാനോ ശ്രമിക്കുന്നവരുടെ കെണിയിൽ നാം ഒരു കാരണവശാലും വീണുപോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം 2020 ഫെബ്രുവരിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് രൂപം നൽകിയത്. സംഘപരിവാറുമായി അടുത്ത ബന്ധമുള്ള ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും സന്യാസിമാരുമാണ് ട്രസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ചമ്പത് റായ് അതിന്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അതീവ ഗുരുതരവും വൻതോതിലുമുള്ള മോഷണ വിവരങ്ങളാണ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തുവരുന്നത്. അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മോഡി സർക്കാരിനോ സംഘപരിവാറിനോ കഴിയില്ല.